ശാസ്ത്രം മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്നത് കൂടുതൽ വ്യക്തമായ ഒരു പ്രപഞ്ച വീക്ഷണമാണ്. കാഴ്ചകൾക്കും തിരിച്ചറിവുകൾക്കും അപ്പുറത്തുള്ള വാസ്തവങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ നൂറ്റാണ്ടുകളോളമായി മുഴുകിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ പലപ്പോഴും ചിന്തിക്കുന്ന മനുഷ്യന് മുന്നിൽ വിശാലമായ ഒരു ലോകത്തേക്കുള്ള വാതിൽ തുറന്നിടുകയാണ്. ആ വാതിലിനപ്പുറം അവനെ കാത്തിരിക്കുന്നത് അനന്തമായ തിരിച്ചറിവുകളിലേക്ക് നീളുന്ന പാതയാണ്. ആ പാതയിലൂടെയുള്ള സഞ്ചാരം മനുഷ്യനെ നയിച്ചേക്കാവുന്ന ബോധ്യങ്ങളുടെ ആഴം കണക്ക് കൂട്ടുവാൻ ശാസ്ത്രത്തിന് ഇനിയുമായിട്ടില്ല. പ്രപഞ്ചത്തോളം വിശാലമാണ് മനുഷ്യനെ കാത്തിരിക്കുന്ന അറിവുകളുടെ ലോകം. അതിനേക്കാൾ ആഴമേറിയതാണ് അതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വിശാലമാണ് കണികകളുടെ ലോകം. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ശാസ്ത്രം തൊട്ടറിഞ്ഞിട്ടുള്ള പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണങ്ങളായി അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിസൂക്ഷ്മ കണികകളുടെ ഇനിയും വെളിപ്പെടാത്ത നിയമങ്ങൾ ശാസ്ത്രത്തിനു മുന്നിൽ അവസാനിക്കാത്ത അത്ഭുതങ്ങളാണ്. അതിസൂക്ഷ്മ കണികകളുടെയും ഉള്ളിലേക്ക് പോലും നീളുന്ന അതിസങ്കീർണങ്ങളായ പ്രവർത്തനങ്ങൾ ശാസ്ത്രചിന്തകർക്ക് ഇനിയും എത്തിച്ചേരേണ്ട പഠനമേഖലകളാണ്. കേവലം ഒരു നൂറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച ക്വാണ്ടം ഫിസിക്സ് എന്ന ശാസ്ത്രശാഖ ഇപ്പോഴും ശൈശവദശ പിന്നിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഗവേഷകർക്ക് മുന്നിൽ ഇന്നും അവ്യക്തമായി തുടരുന്ന പ്രതിഭാസങ്ങൾ ഇവിടെ എണ്ണമറ്റതാണ്. ഏതൊരു ശാസ്ത്രജ്ഞനെയും തത്വചിന്തകനെയും ദൈവവിശ്വാസികളാക്കി മാറ്റാൻ കഴിയുന്നത്ര ആഴമുള്ള ചോദ്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. അത്തരം വിചിന്തനങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ തുടരുകയാണ്. നമ്മുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മനുഷ്യൻ, പ്രകൃതി, അവബോധം എന്നിങ്ങനെയുള്ള 3 പ്രധാന ആശയങ്ങൾ ക്വാണ്ടം ഭൗതികത്തിൻ്റെ തത്വശാസ്ത്രങ്ങളുമായി ആഴത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിസൂക്ഷ്മ കണികകളുടെ തലത്തിലെത്തി അവയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വെളിപ്പെടുന്ന ചിത്രം അത്ഭുതകരമാണ്. അവബോധത്തിൻ്റെയും ദൃശ്യപ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാനം ഒരേ കണികകൾ തന്നെയായിരിക്കാമെന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ തുറന്നു സമ്മതിക്കുന്നത് ചിന്തകർ മാത്രമല്ല, പ്രതിഭാധനരായ ശാസ്ത്രജ്ഞർ കൂടിയാണ്. അത്രമാത്രം ആധുനിക ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകൾ ശാസ്ത്രചിന്തകരെയും സാധാരണക്കാരെയും പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളോട് അടുപ്പിക്കുന്നു. ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്ന ഒരു ഫെനോമിനൻ തന്നെയുണ്ട് ക്വാണ്ടം ഫിസിക്സിനകത്ത്. ദ ഷ്രിങ്കിങ് ഓഫ് ദി സെവറൽ പ്രോക്സി വേവ്സ്. ഒരുപക്ഷെ അതിന് കാരണഭൂതമാകുന്നത് നിരീക്ഷകനായ ശാസ്ത്രത്തിൻ്റെ ബോധത്തിൻ്റെ സാന്നിധ്യമാവാം ഈ പ്രോക്സി തരംഗനിരകളുടെ ഇടിഞ്ഞു വീഴലിന് അവിടെ കാരണമാണ് എന്ന് പറയുന്നു. അതേപ്പറ്റി പഠിച്ച ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് ഒരു പക്ഷേ പദാർത്ഥത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ബോധതലങ്ങളുടെ അല്പമാത്രമായ ബോധതലങ്ങളുടെ ഒരു സൂചന തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇലിയ പ്രിഗോഷൻ അതേപ്പറ്റി പഠിച്ചിട്ട് പറയും, ക്വാണ്ടം ഫിസിക്സ് പ്രിപ്പയേഴ്സ് എ ന്യൂ ഡയലോഗ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു പുതിയ സംവാദത്തിൻ്റെ വാതായനങ്ങൾ തന്നെ ക്വാണ്ടം ഫിസിക്സ് ഇവിടെ തുറന്നു തരികയാണ് അത്രേ. ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ ബെർണഡ് ഡെസ്പാജ്ഞ, അദ്ദേഹം വളരെ വിപ്ലവാത്മകമായൊരു പ്രസ്താവന ബോധവും ക്വാണ്ടം ഫിസിക്സും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടുകാലത്ത് നമ്മൾ പറയുമായിരുന്നു പദാർത്ഥ കണികളുടെ സങ്കീർണതയാ ബോധം കൊണ്ടുവരുന്നത് എന്നത്. കോൺഷ്യസ്നസ് ആസ് ആൻ എപ്പി ഫെനോമിനൻ ഓഫ് മാറ്റർ.
എന്നാൽ ഡെസ്മാർജ് അത് തിരുത്തി വായിക്കുക, അദ്ദേഹം തിരുത്തി പറയുകയാണ്, ഒരുപക്ഷെ കോൺഷ്യസ്നെസ് ആയിരിക്കാം മൗലികമായിട്ടുള്ളത്, ബോധമായിരിക്കാം ഈ പ്രപഞ്ചത്തിന് തന്നെ ഏറ്റവും അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്, ബോധത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ പദാർത്ഥം പോലും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന്. ഇത് ഭാരതീയ പാരമ്പര്യത്തിൽ, ഭാരതത്തിലെ മാത്രമല്ല പൗരസ്ത്യ ദേശത്തെ പല ദാർശനിക സരണികളുമായിട്ട് ഒത്തുപോകുന്ന ഒരു ചിന്താഗതി കൂടിയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ പങ്കുവെക്കുന്നു എന്നത് തന്നെ വലിയൊരു നല്ല കാര്യമാണ്. കാരണം ദർശനത്തോടുള്ള തുറവിയ ഇവയിലൊക്കെ വെളിവായി വരുന്നതായിട്ട് നമ്മൾ കാണും. ആധുനിക ശാസ്ത്രം എത്തി നിൽക്കുന്ന ചിന്താമണ്ഡലം വളരെ സങ്കീർണമാണ്. ഒരുപക്ഷെ ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ശാസ്ത്രചിന്തകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ലാത്ത ഏറെ തിരിച്ചറിവുകൾ ഇന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിൻ്റെ അതിവിശാലതയിലേക്ക് ദൃഷ്ടി പായിക്കുന്ന ഒരു മനുഷ്യന് മുന്നിൽ പ്രപഞ്ചവിജ്ഞാനിയും അവതരിപ്പിക്കുന്ന ഉൾക്കാഴ്ചകളുടെ വിശാല ലോകത്തിന് സമാനമായി സൂക്ഷ്മലോകത്തിൻ്റെ സങ്കീർണതകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മനുഷ്യന് മുന്നിൽ മറ്റൊരു പ്രപഞ്ചം ദൃശ്യമാകുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ണുകളിലൂടെ പ്രപഞ്ച നിയമങ്ങളെ അടുത്തു കാണുവാൻ ശ്രമിക്കുന്നവർ ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ നൂതനമായ തിരിച്ചറിവുകൾ ശരിയാം വിധം ഉൾക്കൊള്ളാൻ സാധാരണക്കാരന് പലപ്പോഴും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ശരിയായ ബോധ്യങ്ങളോടെ ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകളോട് സദാ ചേർന്ന് നിൽക്കുക ആവശ്യമാണ്. നല്ലതെന്ന് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു സയൻറ്റിഫിക് നോളജ് ഉള്ളവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു വിഷമമാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ അനുഭവിച്ചു പോരുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സയൻറ്റിഫിക് നോളജ് ഇല്ല. അപ്പോൾ ഈ സയൻറ്റിഫിക് നോളജ് ഇല്ലാത്തവരിലേക്ക്, അവരുടെ ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് ഇതാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. ഹിസ്റ്ററി അറിയാവുന്നവർക്കോ ഫിലോസഫി അറിയാവുന്നവർക്കോ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലെ പൊളിറ്റിക്സ് അറിയാവുന്നവർക്കോ ഒന്നും സയൻസിനെ കുറിച്ചുള്ളതായ അറിവുകളില്ല എന്നുള്ളത് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും സയൻറ്റിഫിക് നോളജ് വളരെ തുലവും ചുരുക്കമാണ്. അപ്പോൾ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു എ സ്മോൾ കാറ്റഗറി ഓഫ് പീപ്പിൾ. അത് ഒരു വലിയ ഒരു ഇതിൻ്റെ ഒരു ദോഷവശമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കോമൺ മാനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സാറ്, നിങ്ങൾ വളരെ വിദഗ്ധരായിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വിദഗ്ധരായിരിക്കുന്ന ഇവർ വളരെ വ്യക്തമായ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് കേൾവിക്കാർ എത്രമാത്രം അത് ഗ്രഹിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അതിന് പരിധിയുണ്ടെന്ന് പറയാം. അപ്പം നമ്മൾക്ക് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ആ കാലത്ത് പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സയൻസ് ഇന്നലെ പറഞ്ഞത് പിറ്റേ ദിവസം വന്നപ്പോൾ അത് ഇല്ലാതായി. ആറ്റത്തിനെക്കുറിച്ച് തന്നെ പറഞ്ഞ ആ എന്തുമാത്രം കൺസെപ്റ്റാണ് മാറിപ്പോയത്, എല്ലാം ഒബ്സൊല്യൂട്ടായിപ്പോയി. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നാളെ ഒബ്സൊല്യൂട്ടായി പോവോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സെർണിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഒരു വേഗമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നുള്ളൂ ഇപ്പോഴും. നാളെ എന്താണ് അടുത്ത് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം ഇല്ലാതെ പോകുമോ എന്നുള്ള ഒരു വ്യവസ്ഥയും സയൻസിൻ്റെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ക്വാണ്ടം ഫിസിക്സ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ദുർഗ്രഹങ്ങളാണ്. അനുദിനം കൂടുതൽ സങ്കീർണങ്ങളായ തിരിച്ചറിവുകളിലേക്കാണ് ശാസ്ത്രലോകം സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ വ്യക്തമായ ബോധ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണതകളിലേക്കാണ് ശാസ്ത്രം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. വേവ് നേച്ചറിലേക്ക് അല്ലെങ്കിൽ അദൃശ്യത്തിലേക്ക് നമ്മളെ സയൻസിനെ കൊണ്ട് എത്തിച്ചത് ഡി ബ്രോയിയാണ്. ആ ഡി ബ്രോയി പറഞ്ഞു, പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, എല്ലാ വസ്തുക്കൾക്കും വേവ് നേച്ചറും ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വേവ് നേച്ചർ ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ബൈ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പം പാർട്ടിക്കിൾ നേച്ചറുണ്ട്, അതുപോലെ തന്നെ എല്ലാറ്റിനും ഒരു വേവ് നേച്ചറുമുണ്ട്. ഇതിൻ്റെയും സംയുക്തമാണ് ഇന്ന് നാം കാണുന്നത് ദൃശ്യമായ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അദൃശ്യമായ കാര്യങ്ങൾ ദൃശ്യമായതിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിപരീത അനുപാതത്തിൽ. തൊമ്മ മുറുമോ ചാണ്ടി അയ്യമെന്ന് പറയുന്ന പോലെയാണ്. പാർട്ടിക്കിൾ നേച്ചർ വലുതായി വരുമ്പോൾ വേവ് നേച്ചർ ഇല്ലാതെ വരുന്നു, പാർട്ടിക്കിൾ നേച്ചർ ഇല്ലാതെ വരുമ്പോൾ വേവ് നേച്ചർ ഉയർന്നു വരുന്നു. ഇങ്ങനെ വിപരീത അനുപാതത്തിലുള്ള ഈ രണ്ട് കാര്യങ്ങളെ
എങ്ങനെ നമുക്ക് യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഒക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് ഇതുവരെയും സയൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ക്വാണ്ടം മെക്കാനിക്സ് സംബന്ധിച്ച തിരിച്ചറിവുകൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഇന്ന് കാണുന്ന ആധുനികതയിലേക്ക് മാനവരാശിയെ കൈപിടിച്ചു നടത്തുവാൻ ശാസ്ത്രത്തിന് ബലം പകർന്നതും ഈ ഇടപെടലുകളാണ്. ക്വാണ്ടം ബലതന്ത്രത്തെക്കുറിച്ച് നടന്ന തുടർ പഠനങ്ങളുടെ ഭാഗമായി പിൽക്കാലത്ത് ഉയർന്നു വന്ന ശ്രദ്ധേയമായ പഠനങ്ങൾ പലതുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഗണിത സിദ്ധാന്തങ്ങളും അതിൻ്റെ ഭാഗമായ തിരിച്ചറിവുകളും വിശകലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വെർണർ ഹൈസൻബർഗ്, നീൽസ് ബോർ തുടങ്ങിയ ശാസ്ത്രജ്ഞർ തങ്ങളുടേതായ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ക്വാണ്ടം മെക്കാനിക്കൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ദാർശനികപരമായിട്ടുള്ള പ്രിൻസിപ്പിളാണ്, ശരിയാണ്. അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ടും ഒരു പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിള് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായൊരു പ്രിൻസിപ്പിളാണ്. വെർണർ ഹൈസൻബർഗ് ആണ് ഇത് കണ്ടുപിടിച്ചു തരാൻ 1926 മറ്റോ ആണെന്ന് തോന്നുന്നു കണ്ടുപിടിച്ചത്. ഇതിനോടനുബന്ധിച്ചുള്ള വേറൊരു പ്രിൻസിപ്പിളുണ്ട്, നീൽസ് ബോറിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റി പ്രിൻസിപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട്. അതും ഇതും തമ്മിൽ വളരെ അടുപ്പമുണ്ട്. അത് ഈ പ്രിൻസിപ്പിളിൻ്റെ കോംപ്ലിമെൻറ്റാരി പ്രിൻസിപ്പിൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ വേറൊരു വകഭേദമായിട്ടൊക്കെയാണ് പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. അതിസൂക്ഷ്മ കണികകളുടെ ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണ് ദൃശ്യപ്രപഞ്ചത്തിലെ സകലത്തിൻ്റെയും അടിസ്ഥാനമെന്ന നവീനമായ ബോധ്യമാണ് ക്വാണ്ടം ഭൗതികത്തിൻ്റെ കടന്നുവരവിലൂടെ ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചത്. എന്നാൽ സങ്കീർണങ്ങളായ ആശയക്കുഴപ്പങ്ങളാണ് ശാസ്ത്രലോകത്ത് ഉടലെടുത്തത്. അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ പലതും അപ്രസക്തങ്ങളായി. ഹൈസൻബർഗ് അവതരിപ്പിച്ച അനിശ്ചിതത്വ സിദ്ധാന്തം ക്വാണ്ടം ലോകത്തിലെ അനിശ്ചിതത്വത്തെയാണ് വിശദീകരിച്ചത്. ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മനേത്രങ്ങൾക്ക് പിടിതരാൻ സാധ്യതയില്ലാത്ത അതിസങ്കീർണ പ്രതിഭാസങ്ങളെയാണ് ഹൈസൻബർഗ് തുറന്നു കാണിച്ചത്. അനിശ്ചിതത്വം എന്നത് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സമസ്യയാണ് എന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞു. ഈ പ്രിൻസിപ്പിൾ നമ്മുടെ സയൻറ്റിഫിക് അറിവിന് ഒരു പരിധി വെക്കുന്നു. മറ്റുള്ളവർ ഓർത്തുകൊണ്ടിരുന്നത് സയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്തോറും ഡെവലപ്പ് ചെയ്യുന്തോറും നമുക്ക് നമ്മുടെ നോളജ് പൂർണ്ണമായിക്കൊണ്ടിരിക്കും അവസാനം നമ്മൾ പൂർണ്ണതയിലെത്തും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ആ പരിമിതി വരുന്നത് റിലീജിയസുകാരോ ഫിലോസഫേഴ്സോ ഒന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. ആ പരിമിതി വരുന്നത് സയൻസിൽ നിന്ന് തന്നെയാണ്. ഹൈസൻബർഗ് ഡിറൈവ് ചെയ്തത്, ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തത് സയൻസ് ഉപയോഗിച്ചാണ്, മാത്തമാറ്റിക്സും സയൻസും ഉപയോഗിച്ചാണ്. ഒരു ഹൈസൻബർഗിൻ്റെ ആ പ്രത്യേക ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ഇപ്പോൾ ഇത് സയൻസാണ് പറയുന്നത്, സയൻസിന് ഒരു ലിമിറ്റുണ്ട് എന്ന്. ഇപ്പോൾ സയൻസ് മുഖേന നമുക്ക് 100% സെർട്ടൻറ്റി കിട്ടാൻ സാധിക്കത്തില്ല. 100% സെർട്ടൻറ്റി ഇൻ സയൻസ് ഈസ് ഇമ്പോസിബിൾ. സയൻസാണ് പറയുന്നത്. അതുപോലെ തന്നെ 100% എക്സാക്ട്നെസ് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ 100% പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് കിട്ടത്തില്ല. പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മുൻകൂറായിട്ട് പറയുക, അതിന് മുൻകൂറായിട്ട് പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യണം, സയൻറ്റിഫിക് നോളജ് ജെഫ്രി സാറൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രോബബിലിസ്റ്റിക് നോളജാണ്. നല്ല സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പൂർണ്ണമായിട്ടും അത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ശാസ്ത്രത്തിൻ്റെ വാക്കുകൾ വാസ്തവങ്ങളാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകവീക്ഷണമാണ് ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. എന്നാൽ അറിവിൽ പൂർണ്ണത കൈവരിക്കുക എന്ന ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ സാമാന്യ ജനതയുടെ ധാരണയിൽ ഉള്ളതിനേക്കാൾ വളരെ വലുതാണ്. ആ ലക്ഷ്യത്തിലെത്താൻ ശാസ്ത്രം ഇനിയും ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്. പദാർത്ഥങ്ങളെപ്പറ്റി സംബന്ധിച്ചിടത്തോളം, പദാർത്ഥശാസ്ത്രത്തെപ്പറ്റി സംബന്ധിച്ചിടത്തോളം സയൻസ് നമുക്ക് ബെസ്റ്റ് നോളജ് തരുന്നുണ്ട്. ബെസ്റ്റ് നോളജ്, അതായത് ബെസ്റ്റ് നോളജ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ബെസ്റ്റ് നോളജ്, പെർഫെക്റ്റ് നോളജ് നമുക്ക് തരുന്നില്ല. സയൻസ് ഗീവ്സ് അസ് ദ ബെസ്റ്റ് നോളജ് ബട്ട് നോട്ട് പെർഫെക്റ്റ് നോളജ്. ഇതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡിസ്റ്റിങ്ഷനാണ്, ബെസ്റ്റ് നോളജും പെർഫെക്റ്റ് നോളജും. ഓക്കെ, അപ്പോൾ ഇതിന്ന് വരുന്നത് പെർഫെക്റ്റ് നോളജ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ പെർഫെക്റ്റ് നോളജ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ
സയൻസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഫുൾ നോളജ് കിട്ടത്തില്ല. അതുകൊണ്ട് വേറെ മേഖലകളിലും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. ആ മേഖലകൾ ഒന്നായിരിക്കാം റിലിജ്യൻ, ആ മേഖല ഒന്നായിരിക്കാം സൈക്കോളജി, ആ മേഖല ഒന്നായിരിക്കാം ഹിസ്റ്ററി, ആ മേഖല ഒന്നായിരിക്കാം ഫിലോസഫി. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണ്. സയൻസിൻ്റെ അഭിവൃദ്ധിയോടുകൂടി ഒരു ഓപ്പണിംഗ് കൂടി ഉണ്ടാക്കി തരികയാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചെയ്യുന്നത്. പദാർത്ഥത്തെപ്പറ്റി ബെസ്റ്റ് നോളജേ ഉള്ളൂ, പെർഫെക്റ്റ് നോളജ് ഇല്ല എങ്കിൽ ഇതിൽ നിന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ സയൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഈ സയൻസ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം ബെസ്റ്റ് നോളജ് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു എൻകറേജ്മെൻറ്റ് വരികയാണ്, ഒരു പ്രോത്സാഹനം വരികയാണ് ഇത് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മുഖേന. ശാസ്ത്രജ്ഞന്മാർക്ക് ഇനിയും പഠിക്കുക, സംഗതി തീർന്നിട്ടില്ല, ഇനിയും മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഇത് കിട്ടുന്നു. അതും വളരെ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ക്വാണ്ടം തിയറി, അതായത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നത് സയൻസിന് കോട്ടം വന്നതുകൊണ്ടല്ല, സയൻസിന് നേട്ടം വന്നതുകൊണ്ടാണ്. സയൻസ് പുരോഗമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അൺസർട്ടനിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അല്ലാതെ സയൻസ് അധംപതിച്ചുകൊണ്ടല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മളുടെ സയൻസും അതുപോലെ നോളജും വളരും തോറും നമുക്ക് അറിവ് കിട്ടുന്നത് അല്ല നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മുടെ പെർഫെക്ഷന് ഇനിയും അനേകം ദൂരം പോകാനുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ മഹത്തായ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് സയൻസിൻ്റെ കാര്യം തീർന്നിട്ടില്ല, നമ്മളുടെ മറ്റ് മേഖലകളിലുള്ള അറിവ് തീർന്നിട്ടില്ല. ഇതെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇതിനെല്ലാം ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് ഒരു പക്ഷേ പൂർണ്ണതയിൽ നമ്മൾ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ച പറയത്തില്ല. ഒരു പക്ഷേ പൂർണ്ണതയിൽ എത്തിയേക്കാം. പക്ഷേ ഈ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളൊരു പ്രോത്സാഹനമായിട്ടും കൂടെയാണ് ഞാൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ കാണുന്നത്. മനുഷ്യൻ്റെ എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരം നൽകുവാൻ ശാസ്ത്രത്തിന് കഴിയുമോ? ശാസ്ത്രം എന്തിനും മതിയായ പരിഹാരമാണെന്ന് അനേകർ കരുതുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ അനവധി പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ പരിഹാരം നിർദ്ദേശിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാതലായ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിർദ്ദേശിക്കുവാനും ശാസ്ത്രത്തിന് കഴിയുന്നില്ല. മനുഷ്യൻ ജനിച്ചു മരിക്കുന്നു. മരണത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാനായിട്ട് ഒരു സയൻസും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളാണ് വേണ്ടത്. അവനെ ജീവിപ്പിച്ചു തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മരണമാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്നത് 3 കാര്യങ്ങളുള്ളൂ: സിൻ, സോറോ ആൻഡ് ഡെത്ത്. ഏത് പത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 3 കാര്യമേ ഉള്ളൂ: സിൻ, സോറോ ആൻഡ് ഡെത്ത്. പത്രത്തിലെ ഒരുത്തനെ വെട്ടിക്കൊന്നു, മറ്റൊരുത്തനെ ചുട്ടുകരിച്ചു, അല്ലെങ്കിൽ അതിന് അനുസരിച്ച് ദുഃഖം അനുഭവിക്കുന്ന ഒരു ജനത. അതിനെന്താ പരിഹാരമുള്ളത്? ഇതിന് സയൻസിന് എന്ത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് സയൻസിൻ്റെ ഒരു വലിയ പരിധിയിൽ വരുന്ന ഒരു ദോഷവശമാണ്. അപ്പോൾ ഇവർക്ക് ലോകത്തിലുള്ളതായ സങ്കടങ്ങളെ, അല്ലെങ്കിൽ സിൻ, സോറോ ആൻഡ് ഡെത്ത്, ഈ 3 കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരിക്കലും സയൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ആ കാലത്തുകൊണ്ട് ഈ കാലത്തുകൊണ്ട് സയൻറ്റിസ്റ്റായിട്ടുള്ളവർ പോലും ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? അതുകൊണ്ട് എന്തുകൊണ്ട് അവർ അതിനപ്പുറത്തേക്കുള്ളത് ഒരു റിയാലിറ്റിയിലേക്ക് അവർ ചെല്ലുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരിടത്തും എത്തിച്ചേരുകയില്ല. ഇങ്ങനെ പോയിട്ട് മരണത്തോടുകൂടി നമ്മൾ തീർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്ഥായിയായിട്ടൊരു കൺക്ലൂഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ക്വാണ്ടം ഭൗതികം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അവർണ്ണനീയമാം വിധം സങ്കീർണമാണ്. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നവയേക്കാൾ അധികമാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ഇനിയും പൂരിപ്പിക്കപ്പെടേണ്ട വിടവുകൾ സിദ്ധാന്തങ്ങളിലും കാഴ്ചപ്പാടുകളിലും വിശദീകരണങ്ങളിലും അവശേഷിക്കുകയാണ്. സൂക്ഷ്മമായ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരം വിടവുകൾ വർദ്ധിക്കുന്നു. ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്: സംതിങ് ഈസ് മിസ്സിങ് ഇൻ ക്വാണ്ടം തിയറി. ആ മിസ്സിങ് പാർട്ട് ഏതാണ്? അദ്ദേഹം ക്വാണ്ടം തിയറിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സംതിങ് ഈസ് മിസ്സിങ് ഇൻ ക്വാണ്ടം തിയറി. ആ മിസ്സിങ് പാർട്ട് ഏതാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണം
വളരെ ആവശ്യമാണ്. എന്താണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മളിവിടെ എല്ലാം പറഞ്ഞപ്പോഴും സംതിങ് ഈസ് മിസ്സിങ്. ആ മിസ്സിങ് പാർട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മൾ ഒരു പെർഫെക്ഷനിലേക്ക് വരുവാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ 3 ലോയാണ് തെർമോഡൈനമിക്സ്. എനർജി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. എനർജി കുഡ് നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആ എനർജിയെക്കുറിച്ച് പറയുമ്പോൾ എനർജി എന്ന് പറയുന്നത് എനർജി ഫീൽഡിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഹിഗ്സ് ഫീൽഡിനെ കുറിച്ച് ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതൊരു സമുദ്രത്തെ പോലെ കരുതാമെന്ന്. സമുദ്രം പോലെ എനർജിയാണ് യൂണിവേഴ്സ് മുഴുവൻ. എനർജിയിലാണ് നമ്മളെല്ലാം കഴിയുന്നത്. എനർജിയാണ് അൾട്ടിമേറ്റ്. ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഹോൾ യൂണിവേഴ്സ് ഈസ് ഹിഗ്സ് ഫീൽഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ചില മീൻ വെള്ളത്തിൽ കൂടെ വേഗത്തിൽ പോകാൻ കഴിയും. അതേസമയത്ത് ഒരു മനുഷ്യൻ അത്രയും വെയിറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ പോലും വെള്ളത്തിൽ താണു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇൻ്ററാക്ഷൻസ് എന്താണ്, അതിൻ്റെ കാരണം എന്താണ് എന്ന് ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാതെ നിലനിൽക്കുന്നുണ്ട്. അതിന് ആൻസർ കൊടുക്കാത്തിടത്തോളം കാലം നമുക്ക് ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല. അത് എങ്ങനെ കഴിയും എന്നുള്ളതാണ് സയൻസിൻ്റെ മുന്നിലുള്ളതായ വലിയ ക്വസ്റ്റ്യൻ. പ്രപഞ്ചത്തിൻ്റെ വിശാലതയ്ക്ക് സമാനമാണ് മനുഷ്യനെ കാത്തിരിക്കുന്ന അറിവിൻ്റെ ആഴം എന്ന വലിയ ബോധ്യമാണ് ക്വാണ്ടം ഭൗതികം സംബന്ധിച്ച അടിസ്ഥാന ആശയങ്ങൾ നമുക്ക് നൽകുന്നത്. കണികകൾ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ ശാസ്ത്രത്തിന് ഇന്നുള്ള പരിധികൾക്ക് അപ്പുറമാണ്. അത്തരം പരിമിതികളെ അതിജീവിക്കുവാനായി ശാസ്ത്രത്തിന് ഇനിയുമേറെ സഞ്ചരിക്കേണ്ടതുണ്ട്. ക്വാണ്ടം ഫിസിക്സ് തുറന്നു തരുന്ന അറിവിൻ്റെ വിശാല സീമകൾ, ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി ഓഫ് നോളജ്, അറിവിൻ്റെ തന്നെ വിഷയാന്തര സമീപനത്തിൻ്റെ അനിവാര്യത, അവിടെയാണ് ദർശനവും ദൈവശാസ്ത്രവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാലേ ഭൗതികശാസ്ത്രത്തിന് തന്നെ അറിവുകൾ അർത്ഥങ്ങളായി മാറുകയുള്ളൂ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവിന് പരിമിതിയുണ്ട് എന്നുള്ള വലിയൊരു ദാർശനിക നിഗമനമാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ എന്ന് തോന്നുന്നു. ക്വാണ്ടം ഭൗതികത്തിൻ്റെ തന്നെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ നീൽസ് ബോർ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ് കൺസേൺസ് നോട്ട് വാട്ട് നേച്ചർ ഇൻ ഇറ്റ് സെൽഫ് ബട്ട് വാട്ട് വി ക്യാൻ സേ അബൌട്ട് നേച്ചർ. പ്രകൃതി അതിൽ തന്നെ എന്താണ് എന്നുള്ളതല്ല, പ്രപഞ്ചത്തെപ്പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കുമെന്നുള്ളതാ ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞു തരുന്നത് പോലും. അതായത് മൗലികമായ പ്രപഞ്ചം ഒരു പരിധിവരെ ഭൗതികത്തിനും അതീതമാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ സ്ഥിരീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ലോജിക്കൽ പോസിറ്റിവിസ്റ്റും അവരുടെ സമാന ചിന്താഗതിക്കാരുമൊക്കെ അവതരിപ്പിച്ച സയൻറ്റിഫിക് നോളജിൻ്റെ അബ്സല്യൂട്ട് നേച്ചർ, ഇൻഫാളിബിൾ നേച്ചർ ഒക്കെ ഒരു പുനർവായനയ്ക്ക് വിധേയമാവുക ക്വാണ്ടം ജ്ഞാനമീമാംസയിലൂടെ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ക്വാണ്ടം ഭൗതികം നമുക്ക് പകർന്നു നൽകുന്ന തിരിച്ചറിവുകളുടെ ആഴം അളക്കാനാവാത്തതാണ്. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കണികകളുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്തൊക്കെയാണ് എന്ന് ശാസ്ത്രത്തിന് ഇനിയും വ്യക്തമല്ല. പദാർത്ഥമാണോ അവബോധമാണോ സ്ഥായിയായ യാഥാർത്ഥ്യം എന്ന ചോദ്യത്തിന് ആത്മീയ ആചാര്യന്മാർ നൽകിയിരുന്ന ഉത്തരം അവബോധം എന്നായിരുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രചിന്തകരും അത്തരത്തിൽ ചിന്തിക്കുന്നു. പദാർത്ഥത്തിൻ്റെയും അവബോധത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്നത് ഒരേ കണികകൾ തന്നെയായിരിക്കാം. ക്വാണ്ടം ഫിസിക്സിനെ തന്നെ ഭൗതികശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ ചട്ടക്കൂടിൽ വെച്ച് അപഗ്രഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആത്യന്തികമായിട്ട് ഇതിൽ നിന്ന് വെളിവാകുന്നത് പദാർത്ഥം എന്ന് പറയുന്ന രഹസ്യം തന്നെയാണ്. തീർച്ചയായും മാറ്റർ കോൺഷ്യസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ പദാർത്ഥത്തിൻ്റെ അതിഭൗതികമായ സാധ്യതകളാണ്. പലരും അതിനെ ദൈവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവനും ഒരു അതിരിക്തതയുണ്ട്, ഒരു കടന്നുപോകലുണ്ട്, ഇതും ഉദ്ധാനത്തെ പ്രാപിക്കുമെന്നൊക്കെയുള്ള ദൈവശാസ്ത്ര ചിന്തകളുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ആലങ്കാരികമായ ചില സാങ്കത്യങ്ങൾ നമുക്ക് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇതുപോലെയുള്ള പദാർത്ഥത്തെ സംബന്ധിക്കുന്ന ബോധപരമായ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുകയാണ്. വേവും പാർട്ടികളും തൻ്റെ വിരുദ്ധ സ്വഭാവങ്ങൾ ഒരേ പ്രതിഭാസം തന്നെ സൂചിപ്പിക്കുന്നത്. ഇവയെല്ലാം ആത്യന്തികമായിട്ട് വിരൽ ചൂണ്ടുന്നത് പദാർത്ഥം ഇന്ന് കൂടുതലായിട്ട് നിഗൂഢവൽക്കരിക്കപ്പെടുകയാണ്. പദാർത്ഥത്തിന് തന്നെ ഒരു മിസ്റ്റിസിസം ഉണ്ട് എന്നുള്ളതാണ്. ഇത് പരമ്പരാഗതമായിട്ട് ദൈവശാസ്ത്രം ഉപയോഗിക്കുന്ന ആത്മാവെന്ന സംജ്ഞയുടെ
ശാസ്ത്രബദ്ധമായ പുതിയ വായനകൾക്കുള്ള ഒത്തിരി സാധ്യതകൾ നമ്മൾക്ക് തുറന്നു തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരണത്തിൽ നോക്കുമ്പോൾ ദൈവശാസ്ത്രത്തെ വലിയൊരളവ് വരെ സമ്പന്നമാക്കാൻ പോകുന്ന ഒത്തിരി ഭൗതികമായ അടിത്തറകൾ ശാസ്ത്രത്തിൽ നിന്ന് നാം ലഭിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ അരിസ്റ്റോട്ടേലിയൻ തത്വശാസ്ത്രം എപ്രകാരം മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രത്തെ സ്വാധീനിച്ചുവോ എന്നതുപോലെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ദൈവശാസ്ത്രത്തിന് വേണ്ട ഒത്തിരി വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് ശാസ്ത്രമാണ്. പ്രകൃതിശാസ്ത്രങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് നവീന ദൈവശാസ്ത്രം കടന്നു വരണം എന്ന മാർപ്പാപ്പയുടെ നിരീക്ഷണത്തെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ആഖ്യാനത്തിലൂടെ തീർച്ചയായും നമുക്ക് സ്വാംശീകരിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. കണികകളുടെ ശാസ്ത്രം നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ശാസ്ത്രം തുറന്നിടുന്ന വാതായനങ്ങൾ നമ്മെ നയിക്കുന്നത് പ്രകാശഭരിതമായ മറ്റൊരു ലോകത്തിലേക്കാണ്. മുൻവിധികളില്ലാതെ ശാസ്ത്രത്തെ സമീപിക്കുന്നവർ അന്ധകാരത്തിൽ അലയാനിടവരുന്നില്ല. അടിസ്ഥാന ശാസ്ത്രമായ ഭൗതിക ശാസ്ത്രത്തിൻ്റെ സങ്കീർണ വീഥികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745 901960. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറുതിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബൃഹത്തായ ലബോറട്ടറി സെറ്റപ്പ് തന്നെ വേണ്ടി വരുന്നു. 27 കിലോമീറ്റർ വ്യാപ്തിയുള്ള പരീക്ഷണശാലയിൽ ഈ മൈന്യൂട്ടസ്റ്റ് പാർട്ടിക്കിളിനെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായിരിക്കുന്നു. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ള അണുകേന്ദ്രവും അതിന് ചുറ്റുമുള്ള ഒരു ക്ലൗഡ് പോലെയുള്ള ഇലക്ട്രോണുകളുടെ ഒരു കൂട്ടവുമാണ് ഒരു പരമാണു എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരമാണു എന്നുള്ളത് 99.9% ശുദ്ധശൂന്യമാണ്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ഈ ബിഗ് ബാങ് തിയറി ആണെങ്കിലും അത് സ്വയം ഉണ്ടായോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് എങ്ങനെ സ്വയം ഉണ്ടാകാൻ ഒക്കും? ഒരു ഔട്ട്സൈഡ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ എങ്ങനെ കംപ്ലീറ്റ് കയോസായ ഒരു സിറ്റുവേഷനിൽ നിന്നും ഡിസോർഡറായ സിറ്റുവേഷനിൽ നിന്നും ഒരു ഓർഡർ തനിയെ ഉണ്ടായി എന്ന് പറയുന്നതാണ്. അതിൻ്റെ ആൻസർ ഇതുവരെയും സയൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ബൃഹത് പ്രപഞ്ചം മുഴുവനും ഒരു ചെറു കണികയിലുണ്ട് എന്നുള്ള ബ്ലേക്കിൻ്റെ ഉൾക്കാഴ്ച തന്നെയാണോ ഭൗതികശാസ്ത്രവും ആലങ്കാരികമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മളപ്പോൾ സംശയിച്ചു പോവുകയാണ്.